അവര് കണ്ടമാനെ ഉപദ്രവിച്ചോ? തല്ലി പരുവാക്കി. തൃപ്തിയായില്ല നിനക്ക്? ബാലുവിന്റെ ഭാവിയാ തൊലഞ്ഞത്. തനിക്ക് സമാധാനമല്ല? ബാലു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി നീ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? പോലീസുകാരുടെ കയ്യില് വ്യക്തമായ തെളിവുണ്ട്. അവരവനെ കൊണ്ട് സത്യം പറയിക്കുകയും ചെയ്യും. അവർക്കിപ്പോ എന്തിനത് ചെയ്തു എന്ന് മാത്രമല്ല, ആരൊക്കെ ഇതിന് പിന്നിലുണ്ടെന്നും അറിയാം. പോലീസുകാരുടെ ഇടികൊള്ളുമ്പോ ബാലു വിളിച്ച് പറയും അവന്റെ കൂട്ടുപ്രതിയുടെ പേര്, നിന്റെ പേര്. മോഹനേട്ടനും അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? ജയപ്പിയെ കൊന്നിട്ട് എന്റെ അരുണെ വിധവയാക്കിയിട്ട്? ഇല്ല ഇല്ല മോഹനേട്ടാ, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ദയവ് ചെയ്ത് മോഹനേട്ടനെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കണം. ജെപിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഭൂമിയില് നിനക്കിപ്പോ ഏറ്റവും പ്രിയപ്പെട്ടവൻ ജെപിയാണല്ലോ. പക്ഷെ ബാലു ഒഴിച്ചു കൊടുത്ത ചായയിലെ വിഷ ജെപിയെ ഈ നിലയിലാക്കിയത്. കൊല്ലാനല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? ജെപിയെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കാൻ മറുമരുന്ന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ആ മരുന്ന് ജെപി അറിയാതെ വേണമായിരുന്നല്ലോ കൊടുക്കാൻ. ആ മരുന്നാണെന്ന് കരുതിയ ബാലു. എനിക്കുറപ്പാ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ആ കുപ്പിയിലെ മരുന്ന് മാറ്റി പകരം വിഷം നിറച്ചു വെച്ചു. ആര്? ആരും. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യം എങ്ങനെയാ മൂന്നാമതൊരാൾ അറിയുന്നത്? രക്ഷയില്ല, ഇത്തവണ നിങ്ങൾ പെടും. എനിക്ക് സങ്കടം അവനെക്കുറിച്ച് ഓർത്ത. എഞ്ചിനീയറിംഗ് പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാ ഈ വധശ്രമ കേസ്. ആശുപത്രി കിടക്കുന്ന ജെപിക്ക് എന്തെങ്കിലും സംഭവിച്ച ബാലു കൊലക്കേസിൽ പ്രതിയാ. പിന്നെ ഈ ജന്മത്തെ ഈ കേസിൽ നിന്ന് ഊരാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. തന്റെ സമ്മതം ആർക്ക് വേണം? ഈ ശരീരം കണ്ടോ? ഇനി ഇടികൊള്ളാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. എന്നെ തല്ലിയതിനേക്കാൾ ശക്തിയില്ല ബാലുവിനെ അവന്മാർ തല്ലുന്നു. തിരിച്ചു കിട്ടിയാലും വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹനേട്ടാ, ബാലുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് മോഹനേട്ടൻ എന്റെ കൂടെ നിൽക്കണം. സോറി. ഇക്കാര്യത്തിൽ എന്റെ സഹായം പ്രതീക്ഷിക്കേണ്ട. ഇക്കാര്യത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടും എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നാണോ നീ ജീവിക്കാൻ തുടങ്ങുന്നത്, അന്നേ ഈ മോഹന്റെ സഹായം നിനക്കുണ്ടാവും. അതുവരെ നമ്മൾ രണ്ടും സമാന്തര രേഖകളായിരിക്കും. സമാന്തര രേഖകൾ പരസ്പരം കൂട്ടിമുട്ടാറില്ല ഒരിക്കലും. നിന്റെ അനിയൻ പഠിച്ച കള്ളനാ. കുറ്റം അവനെ ഏൽക്കുന്നില്ല. പക്ഷെ പോലീസുകാർ അവനെ കൊണ്ടത് സമ്മതിപ്പിക്കും. മൂന്നാം മുറ പ്രയോഗിക്കേണ്ടി വന്ന അതും ചെയ്യുന്ന SI എന്നോട് പറഞ്ഞത്. അവൻ വെറും ആയുധം മാത്രമല്ലേ, അവനെ അത് ചെയ്യാൻ ഏൽപ്പിച്ചവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ. എന്നാലും ജെപിയെ കൊല്ലാൻ അവൾ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ കരുതിയത് ജെപിയെ സ്വന്തമാക്കല അവളുടെ ലക്ഷ്യമെന്ന. ഇതിപ്പോ ചിലപ്പോ ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോണില്ല എന്നവൾക്ക് മനസ്സിലായി കാണും. തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും വേണ്ട. അവളപ്പ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കാണും. എന്റെ പേടി അതല്ല മോളെ. ജെപിക്ക് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാ അത് വെച്ച് അവള് മുതലെടുക്കുമെന്ന. വേറൊന്നുമല്ല, അവകാശം സ്ഥാപിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തെളിവ് അവളുടെ കയ്യിലുണ്ടെങ്കിലോ. വല്ല മുദ്രപത്രത്തിലോ ഒപ്പിട്ട് മേടിച്ചാലും മതിയല്ലോ. അല്ല, മോള് വിഷമിക്കണ്ട. മുദ്രപത്രമൊന്നല്ല, ആധാരം കൊണ്ടുവന്നാലും അവൾക്കൊരു ചില്ലി കാശ് നമ്മൾ കൊടുക്കില്ല. നിർത്തുന്നുണ്ടോ ഈ സംസാരം? അകത്ത് ജീവിതത്തിന്റെ മരണത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരാളുണ്ട്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ആദ്യം ആ ആളിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും,
എന്നിട്ട് മതി സ്വത്തിന്റെയും വഴക്കിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്യല്. മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. എങ്ങനെ ഉദ്ദേശിച്ചിട്ടായാലും സംസാരിച്ചത് മുഴുവൻ ഏട്ടന്റെ മരണത്തെ കുറിച്ച്. അത് കേൾക്കുമ്പോ ഞാൻ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് ആന്റി എന്താ ഓർക്കാത്തത്? സോറി മോളെ, ഐ എം റിയലി വെരി സോറി. ദാറ്റ് വാസ് വെരി ബാഡ് ഓഫ് മീ. ഇനി പേടിക്കാനൊന്നുമില്ല. അവൻ ഒരു ആപത്തും സംഭവിക്കില്ല. ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട് അവന്റെ ആയുസിന് വേണ്ടി. അവൻ രക്ഷപ്പെടും. നീ പോസിറ്റീവായിട്ട് ആലോചിക്ക പ്ലീസ്. പിന്നെ മോളെ, വിവരം അറിഞ്ഞ അമേരിക്കയിൽ നിന്നെങ്ങാനും മേനോൻ സാർ വിളിച്ച അത്ര വിശദമായിട്ടൊന്നും പറയാൻ പോണ്ട. അവിടെ ഇരുന്ന് സാറ് വെറുതെ ടെൻഷൻ അടിക്കും. 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ. എന്തെങ്കിലും സംഭവിച്ച അന്യനാടാ. ഇത്തിരി വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ഒന്ന് ഓർത്തു നോക്കി.